നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വിശദമായ വാർത്തകളിലേക്കാണ്. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ SFIക്ക് പിന്നാലെ കോളേജ് അധികൃതരും പ്രതിക്കൂട്ടിൽ. സിദ്ധാർത്ഥ് മരിച്ച വിവരം മാതാപിതാക്കളെ അറിയിക്കാത്തത് ഗുരുതര വീഴ്ചയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. കുടുംബം ആവശ്യപ്പെടുന്ന ഏത് അന്വേഷണവും നടത്തുമെന്നും മന്ത്രി 24നോട് പറഞ്ഞു. കോളേജ് ഡീൻ ഡോക്ടർ MK നാരായണനെ പ്രതി ചേർക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. തെറ്റവർക്ക് സംഭവിച്ചത് ഈ കുട്ടി മരണപ്പെട്ടു. ആശുപത്രിയിൽ ചെന്നപ്പോൾ അത് ബോധ്യപ്പെട്ടു. പക്ഷേ എന്തുകൊണ്ട് രക്ഷകർത്താക്കളെ അറിയിച്ചില്ല? അത് ഒരു തെറ്റാണ്. അത് ആരാണെന്നുണ്ടെങ്കിലും അത് തെറ്റാണ്. അത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആണെന്നുണ്ടെങ്കിലും രജിസ്ട്രാർ ആണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഇപ്പോഴുള്ള ഈ നാരായണൻ ഡീനാണെന്നുണ്ടെങ്കിലും ഒരു മരണം വന്നാൽ പെട്ടെന്ന് രക്ഷകർത്താക്കളെ അറിയിക്കേണ്ടുന്ന ചുമതല അവർക്കുണ്ട്, യൂണിവേഴ്സിറ്റിക്കുണ്ട്. അവരത് ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ അമ്മ നമ്മളോട് പറഞ്ഞത്. സിദ്ധാർത്ഥിൻ്റെ കുടുംബം അവരെന്താണ് ആവശ്യപ്പെടുന്നത്, ഏത് രീതിയിലുള്ള അന്വേഷണമാണ് വേണ്ടുന്നത്, അതിനെല്ലാം ഉള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ തന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എത്ര കുറ്റവാളികൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെങ്കിലും അവരെ എല്ലാം അറസ്റ്റ് ചെയ്യണം. അതാണ് ഞങ്ങളുടെ തീരുമാനം. വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കിയ സംഭവത്തിൽ ഇപ്പോഴും SFIക്കാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കോളേജിലെ അധ്യാപകർ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട്. CPM അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകർ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിലെ ഡീൻ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ ഡീനാണ് ഇതിൻ്റെ അകത്ത് പ്രതിയാകേണ്ട ഒരാൾ. കാരണം ഇതുപോലുള്ള ക്രൂരമായ ഒരു കുറ്റകൃത്യം നടന്നിട്ട് ഈ ഡീനാണ് വിദ്യാർത്ഥികളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഒരു കാരണവശാലും ഇവരുടെ ബന്ധുക്കളോടും ആരോടും ഇത് പറയരുതെന്ന് ആവശ്യപ്പെട്ടത്. അതേസമയം മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ പ്രതികരണത്തിൽ കൂടുതൽ വിശദീകരണത്തില്ലെന്ന് സർവകലാശാല ഡീൻ MK നാരായണൻ 24നോട് പറഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ എല്ലാം വ്യക്തമാകുമെന്നും MK നാരായണൻ പ്രതികരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇന്ന് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ സന്ദർശിച്ചു. SFIക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഗവർണർ നടത്തിയത്. സിദ്ധാർത്ഥിന്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. കോളേജ് ഹോസ്റ്റലുകൾ പാർട്ടി ഗ്രാമങ്ങളായി മാറിയെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട്. കേരളം ഇത്തരം കൾച്ചറുകൾക്കൊക്കെ അപവാദമാണെന്ന്. പക്ഷേ ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ ഏറ്റവും വലിയ ഇരയായിട്ടാണ് സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം, ഞാൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു, സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം നടന്നിരിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളും നോക്കിയാലും ഇതൊരു ക്ലിയർ കട്ട് കൊലപാതകമാണ്. 3 ദിവസക്കാലം വെള്ളം പോലും കൊടുക്കാതെ ഒരു ചെറുപ്പക്കാരനെ ഇലക്ട്രിക് ബാനറ്റ് കൊണ്ടും വടികൊണ്ടും ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഭീകരമായി ആക്രമിക്കുക, അവസാനം ആത്മഹത്യ ചെയ്ത നിലയിൽ അവനെ കാണപ്പെടുക. ഇത് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? പൂക്കോട് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ പ്രതികളെ സംരക്ഷിക്കില്ലെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. SFIക്കാരനോ CPMകാരനോ ഉള്ള വ്യത്യാസങ്ങൾ കണക്കാക്കില്ല. കുറ്റം ചെയ്തവർ ആരായാലും തക്കതായ ശിക്ഷ ലഭിക്കുമെന്നും AK ബാലൻ പറഞ്ഞു. ഗവൺമെൻറ് ശക്തമായി അന്വേഷിച്ച് കുറ്റക്കാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. ആരായാലും SFI ആയാലും ശരി, CPM ആയാലും ശരി, DYFI ആയാലും ശരി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ആര് തെറ്റ് ചെയ്താലും, അത് ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയും, ആര് തെറ്റ് ചെയ്താലും നിയമത്തിൻ്റെ മുമ്പിൽ ആ പ്രതികളെ കൊണ്ടുവന്ന് ശിക്ഷിപ്പിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഇതുവരെ കേരളം കണ്ടിട്ടുള്ളത്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കീഴടങ്ങിയ SFI നേതാക്കളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. SFI യൂണിറ്റ് സെക്രട്ടറി അമൽ എഹ്സാൻ, കോളേജ് യൂണിയൻ പ്രസിഡന്റ് അരുൺ എന്നിവരാണ് ഇന്നലെ രാത്രി കീഴടങ്ങിയത്. തിരുവനന്തപുരം വർക്കല സ്വദേശി ആസിഫ് ഖാനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിപട്ടികയിലുള്ള 6 വിദ്യാർത്ഥികളെ കൂടി സർവകലാശാല സസ്പെൻഡ് ചെയ്തു. ഇതോടെ സസ്പെൻഷനിലായവരുടെ എണ്ണം 18ആയി. കേസിന്റെ അന്വേഷണം പ്രത്യേക സംഘം ഏറ്റെടുത്തു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വില വീണ്ടും കൂട്ടി. കേരളത്തിൽ 26 രൂപയാണ് കൂട്ടിയത്. ഇതോടെ വില 1806 രൂപയായി ഉയർന്നു. തുടർച്ചയായ 2ാം മാസമാണ് പാചകവാതക വില കൂട്ടുന്നത്. എല്ലാ മാസവും 1-നാണ് എണ്ണക്കമ്പനികൾ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തുന്നത്. ഫെബ്രുവരിയിൽ വാണിജ്യ സിലിണ്ടർ വില 15 രൂപ കൂട്ടിയിരുന്നു. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം 125ഓളം സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ആദ്യ പട്ടികയിൽ ഉണ്ടാവുക.
മന്ത്രിമാരായ നിർമ്മല സീതാരാമനും എസ് ജയശങ്കറും ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കും. അക്ഷയ് കുമാർ, കങ്കണ റണാവത്ത്, യുവരാജ് സിംഗ് ഉൾപ്പെടെ സിനിമാ കായിക മേഖലയിലെ താരങ്ങളും പട്ടികയിൽ ഇടം നേടുമെന്നാണ് വിവരം. കേരളത്തിലെ എ ക്ലാസ് മണ്ഡലങ്ങളടക്കം 8 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും പ്രചാരണം മുഖമാക്കാൻ RSS നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി സഖ്യം കേരളത്തിലെ മത്സരത്തിന് തടസ്സമാകില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ്. ഇക്കുറി കേരളത്തിൽ UDF 20-ൽ 20 നേടുമെന്നും സച്ചിൻ പൈലറ്റ് 24നോട് പറഞ്ഞു. ആനി രാജയ്ക്കെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് രാഹുൽ ഗാന്ധി വയനാടിനും കേരളത്തിനും വേണ്ടപ്പെട്ട ആളെന്നായിരുന്നു സച്ചിൻ പൈലറ്റിന്റെ മറുപടി. Here we with the great national leader of Congress, Sachin Pilot ji. Happy to see you, ji. My first question is about Rahul Gandhi candidateship against Ani Raja in Wayanad. Is this a good message, a political message? I don't want to comment on some other political parties' candidature and who's contesting. All I can say is that in 2019, the UDF won 19 seats. And this time, they have all decided, and we had a very large meeting today for the Congress. But the UDF, I think this time will get all 20 seats. And Rahulji has been the voice of people of Wayanad and Kerala in Parliament. And he's really worked hard in the last 5 years. Ultimate decision of who will contest from where is by the CEC, and the AICC president will decide. But all I can tell you is that in Kerala, the LDF government is already embroiled in so many corruption allegations, and people want to send a clear message. And therefore, I'm confident that we will win all 20 seats this time. What do you hope from this India Alliance? So the India Alliance is 24 parties have come together, and the India Alliance partners' vote share in last election was more than 60%, and NDA was only 38%. So BJP is quite worried. That is why they're poaching people from other parties. They're making all sorts of attempts to recreate the NDA. But the India Alliance, the partnership, the seat sharing now is the final stages. Of course, we've had Mr. Nitish Kumar, who's for the, I don't know how many times he's changed sides, but once more he's gone to the NDA fold. But nevertheless, our alliances with the Aam Aadmi Party, with Samajwadi Party are now finalized. And so very soon Maharashtra and Bihar also will come up with their numbers. But India Alliance is, I think, well placed to defeat NDA because people want, a 10-year rule of BJP. They want that report card. They want to see how many jobs have you created, how have you been able to bring down poverty, what are the investments you made. You promised 2 crore jobs every year. Where is the delivery? Talking about emotive issues and mandir and masjid and Hindus and Muslims is only one part of the story. Other is delivery. So the 10-year government's rule will be a real issue for the people of India, and they will vote on those issues. My last question was the Indian politics in Kerala politics, Kerala Congress, and also what do you think that has happened in Kerala? Congress, we are strong. We are looking forward to having these elections. And last time we missed 1 seat. Alleppey we did not win. This time we will win all 20 seats. 19 all 20 UDF will win. Congress party is strong. And 2026, with historic record margin, UDF will form the government in Kerala. താങ്ക് യു വെരി മച്ച്. ഏതായാലും സച്ചിൻ പൈലറ്റ് വലിയ പ്രതീക്ഷയിലാണ്. കേരളത്തിലെ കോൺഗ്രസിലടക്കം വലിയ തരത്തിൽ പ്രതീക്ഷയുണ്ട്. 19 സീറ്റാണ് കഴിഞ്ഞ തവണയെങ്കിൽ ഇക്കുറി അത് 20 ഉയർത്തും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ക്യാമറമാൻ അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ആലപ്പുഴയിൽ പ്രതിഷേധം ബലം കണ്ടു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അഡ്മിഷൻ ബുക്കിന് പണം ഈടാക്കാനുള്ള തീരുമാനം പിൻവലിച്ചു. പഴയ പോലെ 10 രൂപ മാത്രം രോഗികൾ നൽകിയാൽ മതിയെന്ന് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി. പുതിയ സർക്കുലർ നാളെ പുറത്തിറക്കും. രോഗികളടക്കം പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്നാണ് തീരുമാനം. മനീഷ് ബഹിബാൽ ആലപ്പുഴയിൽ ചേർന്നു. മനീഷ്, പ്രതിഷേധം ഫലം കാണുന്നു. അതേസമയം ഇത്തരത്തിൽ 30 രൂപയാക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു. പ്രിന്റിംഗ് പ്രസിൽ നിന്നും സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരുന്ന അഡ്മിഷൻ ബുക്ക് അത് പിന്നീട് സ്വന്തം നിലയിൽ തന്നെ മെഡിക്കൽ കോളേജിന് അത് എത്താത്ത സാഹചര്യത്തിൽ 30 രൂപയ്ക്ക് കൊടുക്കേണ്ടത്, അതായത് അവരുടെ തന്നെ പ്രിന്റിംഗ് പ്രസിൽ വികസന സമിതിക്ക് തന്നെ ഈ ബുക്ക് അച്ചടിച്ച് വിതരണം ചെയ്യാൻ 30 രൂപ ആളുകളിൽ നിന്ന് ഈടാക്കുകയും ഇതിന്റെ സർക്കുലർ ഇന്ന് പുറത്തിറക്കുകയും ചെയ്തത്. ഇന്ന് ഈ സർക്കുലർ പുറത്തിറങ്ങിയത് വാർത്തയായി, വിവാദമായി, പ്രതിഷേധമായി. അതിന്റെ പശ്ചാത്തലത്തിൽ അമ്പലപ്പുഴ MLA H. സലാം ഇടപെട്ടു. സൂപ്രണ്ട് അബ്ദുൽ സലാമിനോട് വിഷയം അവതരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് വരെയും ഇത്തരത്തിലുള്ള സർക്കുലർ ഇറക്കിയാൽ അത് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തൽക്കാലം നേരത്തെ ഈടാക്കിയിരുന്ന 10 രൂപ തന്നെ ഈടാക്കണമെന്ന് അറിയിച്ചു. അങ്ങനെ അതിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നാളെ സർക്കുലർ പുതുക്കി ഇറക്കും. വികസന സമിതി മുഖേന 10 രൂപ നേരത്തെ
ലക്ഷത്തെ ഈടാക്കിയത് എന്ന വിവരമാണ് നിലവിൽ ആശുപത്രി അധികൃതർ പറയുന്നത്. വലിയ പ്രതിസന്ധി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് നേരിടുകയാണ്. നേരത്തെ CT സ്കാന്റെ പ്രവർത്തനം മിനിഞ്ഞാന്ന് നിലച്ച് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അത് വീണ്ടും നന്നാക്കിയെടുത്തത്. ഒപ്പം തന്നെ ഹൃദയ ശസ്ത്രക്രിയ അടക്കം ഉള്ള പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു. സാധാരണക്കാർക്ക് സൗജന്യമായി ലഭിക്കേണ്ട മരുന്നുകൾ പലതുമില്ല എന്ന് തുടങ്ങുന്ന വലിയ പ്രശ്നം അതിരൂക്ഷമാവുകയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ്. എന്താണെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് ഈ 30 രൂപ ഈടാക്കാനുള്ള സർക്കുലർ തീരുമാനം പിൻവലിച്ചു. തെരഞ്ഞെടുപ്പ് വരെ ആണ് ഈ തീരുമാനം എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. സുഹൈൽ. ശരി, പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനത്തിൽ മാറ്റം. ആലത്തൂരിൽ അഭിഭാഷകനോട് അപമര്യാദയെ പെരുമാറിയ സംഭവത്തിൽ നിരുപാധികം മാപ്പ് അപേക്ഷിച്ച SA റിനീഷ് VR. SIക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് DGP 10 ദിവസത്തിനകം അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. റിനീഷ് VR ഹൈക്കോടതിയിൽ പുതിയ സത്യവാങ്മൂലം നൽകി. അഭിഭാഷകനായ അക്യൂബ് സുഹൈൽ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ശ്രീകാന്ത് കൊച്ചിയിൽ ചേരുന്നു. ശ്രീകാന്ത്, വിവരങ്ങൾ. ഈ ആലത്തൂർ SI അഭിഭാഷകനെ മർദ്ദിച്ച സംഭവത്തിൽ ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഈ വിഷയത്തിൽ ഇന്ന് SI റിനീഷ് VR ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷിച്ചു. ഹൈക്കോടതിയിൽ ഇയാൾ പുതിയ സത്യവാങ്മൂലവും നൽകിയിട്ടുണ്ട്. SIക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് DGP 10 ദിവസത്തിനകം അറിയിക്കണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിർദ്ദേശം. അഭിഭാഷകനായ അക്യൂബ് സുഹൈൽ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. നേരത്തെ ഒരു സത്യവാങ്മൂലം ഈ SI നൽകുകയും അതിന്മേൽ കോടതിയിൽ നിന്നും വിമർശനമുണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇന്ന് നിരുപാധികം മാപ്പ് പറഞ്ഞത്. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഹെപ്പറ്റൈറ്റിസ് രോഗബാധ റിപ്പോർട്ട് ചെയ്ത മലപ്പുറം ജില്ലയിലെ പോത്തുങ്കലിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ടെന്ന് DMO. നിലവിൽ ചികിത്സയിലുള്ള ആരുടെയും നില ഗുരുതരമല്ല. സമീപ പഞ്ചായത്തുകളിലും ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് DMO R രേണുക പറഞ്ഞു. പോത്തുകൽ, എടക്കര പഞ്ചായത്തുകളിൽ കൂൾബാറുകളുടെയും ഹോട്ടലുകളുടെയും പ്രവർത്തനം 3 ആഴ്ചത്തേക്ക് നിയന്ത്രിച്ചിട്ടുണ്ടെന്നും DMO അറിയിച്ചു. കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന് പരാതി. പ്രസവവേദനയുമായി എത്തിയ താമരശ്ശേരി സ്വദേശിനിയെ ഡോക്ടർ ഇല്ലെന്ന് പറഞ്ഞ് അടിവസ്ത്രം വലിച്ചു കെട്ടി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചെന്നാണ് ആരോപണം. പ്രസവശേഷം തലച്ചോറിന് ക്ഷതമേറ്റ കുട്ടി 2 മാസത്തിലേറെ വെന്റിലേറ്ററിലാണ്. സംഭവത്തിൽ DMOയുടെ പ്രാഥമിക അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ ഡിസംബർ 13 രാത്രിയാണ് പുതുപ്പാടി സ്വദേശിയായ ബിന്ദു പ്രസവവേദനയെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെത്തുന്നത്. എന്നാൽ ഗൈനക്കോളജി ഡോക്ടർ ഇല്ലെന്നായിരുന്നു മറുപടി. ഇതിനിടെ കുഞ്ഞ് പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കാഷ്വാലിറ്റിയിൽ ഡോക്ടർ ഇല്ലായിരുന്നു. അപ്പോൾ അവർ സിസ്റ്റർമാരെ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തോളാൻ പറഞ്ഞു. കുഞ്ഞിൻ്റെ പൊസിഷൻ ശരിയല്ലാത്തതുകൊണ്ട് അവിടുന്ന് പ്രസവം എടുക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അന്നേരം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാക്സിയുടെ അടിയിലെടുത്ത് സ്കേർട്ട് അവർ കീറിയിട്ട് അങ്ങനെ ഒരു തുണിയാക്കിയിട്ട് അടിയിൽ ഇങ്ങനെ വലിച്ച് മുറുക്കി കെട്ടിയിട്ടാണ് വിട്ടത്. അപ്പോൾ തന്നെ കുഞ്ഞ് തിരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ശരിക്കുള്ള പൊസിഷനല്ല വരുന്നത്. അപ്പോൾ അവർ ആംബുലൻസ് കയറ്റി ഇങ്ങോട്ട് വിട്ടു. മെഡിക്കൽ കോളേജിലേക്ക് എത്തിയപ്പോഴേക്കും ശ്വാസം കിട്ടാതെ കുഞ്ഞിന്റെ തലച്ചോറിന് ക്ഷതം സംഭവിച്ചു. പിന്നീട് ഇങ്ങോട്ട് 2 മാസത്തിലേറെയായി കുഞ്ഞ് വെന്റിലേറ്ററിലാണ്. കുഞ്ഞ് പ്രസവിച്ച പാടെ കുഞ്ഞ് കരഞ്ഞിട്ടില്ല. അപ്പോൾ കരയാത്തത് കാരണം അവർ ഐസിയുലേക്ക് കൊണ്ടുപോയി. ഐസിയുലേക്ക് കൊണ്ടുപോയപ്പോൾ അവർ വെന്റിലേറ്ററിൽ കയറ്റി. അപ്പോൾ ഇത് ഹസ്ബൻഡിനോട് ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു, പിന്നെ ഇങ്ങനെ 3/4 മണിക്കൂർ നേരെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റക്കായി കിടന്നത് കാരണമാണ് തലയിലോട്ടുള്ള ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഓട്ടം നിന്ന് പോയതും അതുകൊണ്ടാണ് കുഞ്ഞ് കരയാതിരുന്നതും കുഞ്ഞിന് അപസ്മാരം വരാൻ കാരണമെന്നൊക്കെ ഡോക്ടർ ഇവിടെ നിന്ന് പറഞ്ഞായിരുന്നു. വാടക വീട്ടിലാണ് ഭർത്താവ് ഗിരീഷുമൊത്ത് ബിന്ദുവിന്റെ താമസം. നല്ലൊരു തുക ഇപ്പോൾ തന്നെ വാടക ഇനത്തിൽ കൊടുത്തു തീർക്കാനുണ്ട്. കുഞ്ഞിന്റെ ചികിത്സാ ചിലവ് കൂടിയാകുമ്പോൾ ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ഇവർക്കറിയില്ല. കുഞ്ഞിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ക്യാമറാമാൻ രാജേഷ് വെള്ളരികുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.